ഭാസ്കര കാർണവർ വധക്കേസിൽ 14 വർഷത്തെ ജയിൽവാസത്തിന് ശേഷം പ്രതി ഷെറിൻ പുറത്തേക്ക്. നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. ഭാസ്കര കാർണവർ വധക്കേസിൽ പ്രതി ഷെറിന് മോചനം. ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ട ഷെറിന് ശിക്ഷയിളവ് നൽകി. മന്ത്രിസഭാ യോഗത്തിലാണ് തീരുമാനം. 14 വർഷം ശിക്ഷ പൂർത്തിയായ സാഹചര്യത്തിലാണ് ഇളവ് നൽകുന്നത്. 2009 നവംബർ 8-നാണ് ചെങ്ങന്നൂർ സ്വദേശി ഭാസ്കര കാർണവർ കൊല്ലപ്പെട്ടത്. ഭാസ്കര കാർണവരുടെ മകന്റെ ഭാര്യയായിരുന്നു കേസിലെ ഒന്നാം പ്രതിയായ ഷെറിൻ. മോഷണത്തെ തുടർന്നുണ്ടായ കൊലപാതകമെന്നാണ് ആദ്യം കരുതിയതെങ്കിലും പിന്നീട് കേസിൽ മരുമകളായ ഷെറിൻ പിടിയിലാവുകയായിരുന്നു. ഭാസ്കര കാർണവരുടെ മരുമകൾ ഷെറിനും കാമുകനും ചേർന്നാണ് അമേരിക്കൻ മലയാളിയായ ഭാസ്കര കാർണവരെ കൊലപ്പെടുത്തിയത്. തുടർന്ന് മാവേലിക്കര അതിവേഗ കോടതിയാണ് ജീവപര്യന്തം ശിക്ഷയ്ക്ക് വിധിച്ചത്. ഈ ഉത്തരവ് ഹൈക്കോടതിയും ശരിവെച്ചു. പിന്നാലെ ഷെറിൻ സുപ്രീം കോടതിയെ സമീപിച്ചെങ്കിലും ജീവപര്യന്തം സുപ്രീം കോടതിയും ശരിവെച്ചിരുന്നു. തന്റെ വഴിവിട്ട ബന്ധം കണ്ടെത്തിയതിനെ തുടർന്നായിരുന്നു ഷെറിൻ ഭാസ്കര കാർണവരെ കൊലപ്പെടുത്തിയത്. കേസിൽ ഷെറിൻ നൽകിയ മൊഴി തന്നെയാണ് വഴിത്തിരിവായത്. മരണാനന്തര ചടങ്ങുകൾക്ക് ശേഷം നടത്തിയ ചോദ്യം ചെയ്യലിൽ മരുമകൾ ഷെറിനാണ് വീടിന്റെ മുകൾ നിലയിൽ ഒരു സ്ലൈഡിംഗ് ജനാലയുണ്ടെന്നും അതുവഴി പുറത്തുനിന്നൊരാൾക്ക് അകത്തേക്ക് കയറാമെന്നും മൊഴി നൽകിയത്. എന്നാൽ ഒരു ഏണിയില്ലാതെ ഒരാൾക്ക് അതിന്റെ മുകളിൽ കയറി നിൽക്കാൻ കഴിയില്ലായിരുന്നു. ഇതിനിടെ ഷെറിന്റെ ഫോൺ കോൾ പട്ടിക എടുത്തപ്പോൾ ഒരു നമ്പറിലേക്ക് 55 കോളുകൾ പോയതായി കണ്ടെത്തി. രണ്ടാം പ്രതി ബാസിദ് അലിയുടെ ഫോണിലേക്കായിരുന്നു ആ ഫോൺ കോളുകൾ എത്തിയത്. കൊല്ലപ്പെട്ട ഭാസ്കര കാർണവരുടെ കിടപ്പുമുറിയിലെ അലമാരയുടെ പിടിയിൽ കാണപ്പെട്ട വലതു തള്ളവിരലിന്റെ പാട് ബാസിദ് അലിയുടേതാണെന്ന് പിന്നീട് തെളിഞ്ഞു. ഒരുമിച്ച് ജീവിക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു ഷെറിനും ബാസിദ് അലിയും. ഇതിനിടെയായിരുന്നു കൊലപാതകം. ഷാനു, റഷീദ്, നിധിൻ എന്നിവരായിരുന്നു കേസിലെ കൂട്ടുപ്രതികൾ. സ്വത്തിൽ നിന്ന് ഒഴിവാക്കിയതിലുള്ള പ്രതികാരമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നായിരുന്നു കേസ്. ശിക്ഷാ കാലയളവ് 14 വർഷം പൂർത്തിയാക്കിയ സാഹചര്യത്തിലാണ് മോചനത്തിന് വഴിതെളിഞ്ഞത്. ശിക്ഷയിൽ ഇളവ് നൽകണമെന്നാവശ്യപ്പെട്ട് ഷെറിൻ നേരത്തെ നൽകിയ അപേക്ഷ കൂടി പരിഗണിച്ചാണ് മന്ത്രിസഭാ തീരുമാനം. സാധാരണ നിലയിൽ കാലാവധി പൂർത്തിയായവരെ പല കാരണങ്ങൾ പരിഗണിച്ചും ജയിൽ ഉപദേശക സമിതിയുടെ നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിലും ഇളവ് നൽകാൻ സർക്കാർ തീരുമാനമെടുക്കാറുണ്ട്. അത്തരമൊരു മാനുഷിക പരിഗണന വെച്ചാണ് ഷെറിന് ഇളവ് നൽകിയത്.